വാല്യൂ ഫോർ മണി വാഹനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് റെനോ ഒരു കിടിലൻ ചോയ്സ് ആണ്. നോർമൽ പ്രൈസിൽ തന്നെ ഇപ്പോൾ ഓണം ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഓൾറെഡി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് റെനോക്കുള്ളത്. മിഡ് സൈസ് എസ് യു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ 10ഓളം വാഹനത്തിൽ ഏറ്റവും റേറ്റ് കുറവ് വരുന്നത് ഡസ്റ്റർ ആണ്. കോമ്പാക്ട് എസ് യു സെഗ്മെന്റിൽ നമുക്ക് 10ഓളം വാഹനങ്ങളുണ്ട്. അതിനും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന മോഡൽ റെനോയിലെ കൈഗർ എന്നുള്ള മോഡലാണ്. എൻട്രി ലെവൽ നോക്കുകയാണെങ്കിൽ കിഡും വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള 7 സീറ്ററും റെനോ ഷോറൂമിലാണുള്ളത്. റെനോ ട്രൈബർ അങ്ങനെ ഓൾറെഡി അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി വാഹനങ്ങളാണ് റെനോയിൽ കിട്ടുക. ഇപ്പോൾ ഓണം ഓഫേഴ്സ് വരുന്നുണ്ട്. 1,15,000 രൂപ വരെയുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, ഓണർഷിപ്പിലും റണ്ണിങ് കോസ്റ്റിലും എല്ലാം നമുക്ക് സാധാരണക്കാർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന മോഡൽസ് ആണ് റെനോയുടെ ലൈനപ്പിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് റെനോ ഡസ്റ്റർ. ബ്ലാക്ക് കളർ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഏറ്റവും അഫോർഡബിൾ ആണ്. അതായത് നമുക്ക് സെൽറ്റോസ്, ക്രെറ്റ, എലിവേറ്റ്, ടൈഗൂൺ, കുഷാക്ക് അങ്ങനെ തുടങ്ങിയിട്ട് 10ഓളം മോഡൽസ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നുണ്ടെങ്കിലും 10.49 ലാക്ക് എക്സ്-ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു മോഡൽ, അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോഡലാണ് ഡസ്റ്റർ. എന്ന് വെച്ച് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഏതായിരിക്കും നിങ്ങൾ ഗസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നോക്കാം. എന്തായാലും ഡസ്റ്ററിൻ്റെ ഓണം ഓഫേഴ്സ് ഉണ്ട്. ഓൾറെഡി അഫോർഡബിൾ പ്രൈസ് ആണ്. ഓണോട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 10.5 ലാക്സിന് അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ എക്സ്-ഷോറൂം വില വരുന്ന വാഹനം നിങ്ങൾ ഓണോട് നോക്കുകയാണെങ്കിൽ ഒരു 12 ലക്ഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ 12,52,000 രൂപയിൽ ഒരു ഡസ്റ്ററിൻ്റെ ഓണർ ആവാം നമുക്ക് എന്നുള്ളതാണ്. അതിൽ നിന്നും 50,000 രൂപയാണ് ഇപ്പോൾ ഓണം ഓഫേഴ്സ് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ റെനോ ഷോറൂമിൽ റൺ ചെയ്യുന്ന സ്കീമുകൾ എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിട്ട് തോന്നി. കൂടാതെ നമുക്ക് ഇതിനൊരു അഡ്വഞ്ചർ എന്നുള്ളൊരു എഡിഷൻ നമ്മുടെ റെനോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ക വാല്യൂ ഫോർ മണി എന്നൊക്കെ പറഞ്ഞാലും കുറഞ്ഞു പോകും. അതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിലുള്ള അമ്മാതിരി ഫീച്ചേഴ്സും ക്വാളിറ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് എൻ്റെ നമ്മൾ കാണുന്നത് 2 എഞ്ചിൻ ഓപ്ഷൻ ഡസ്റ്ററിന് വരുന്നുണ്ട്. അതിൽ 1 ലിറ്ററിനാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് പറഞ്ഞത്. ഇനി 1.3 ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. രണ്ടും ടർബോ എഞ്ചിൻസ് ആണ് വരുന്നത്. അതിൽ 1.3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 15,60,000 റേഞ്ചിൽ നമുക്ക് ഓണോട് പ്രൈസ് മാനുവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അത് നമുക്ക് DCT ആയിട്ടും ലഭിക്കുന്നുണ്ട്. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. അങ്ങനെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്കും അത്യാവശ്യം ഫാമിലി റണ്ണുള്ളവർക്കും അങ്ങനെ എല്ലാ കാറ്റഗറി ഉള്ളവർക്കും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ 50,000 രൂപ വരെ ഡിസ്കൗണ്ടോടുകൂടി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ സെഗ്മെന്റിൽ എന്നോ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ നിന്നോ ഒന്നും പറയാനില്ല. ഇന്ത്യയിൽ തന്നെ ഇത്രയും റേറ്റ് കുറവിലൊരു 7 സീറ്റർ വേറെ ഇല്ല. വൺ ആൻഡ് ഓൺലി റെനോ ട്രൈബർ എന്ന് പറയാം. നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപക്കകത്ത്, അതായത് എക്സ്-ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസ് 7 ലക്ഷത്തിനകത്ത് കിട്ടും. 6,94,000 രൂപയാണ് നമുക്ക് ട്രൈബറിന് എക്സ്-ഷോറൂം ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും, ഒരു 7 സീറ്റർ വാഹനം നമുക്ക് 6,94,000 രൂപക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ വാല്യൂ ഫോർ മണി പാക്കേജ് അല്ലേ വരുന്നത്. ഇത് നമ്മൾ ടോപ്പ് എൻഡാണ് കാണുന്നത്. ഇനി ടോപ്പ് എൻഡിൻ്റെ ഓട്ടോമാറ്റിക് എടുത്താലും നമ്മൾ മാനുവലാണ് കാണുന്നത്. ഇനി പോട്ടെ, ഓട്ടോമാറ്റിക് വേണ്ടവർ, കാരണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക് വേണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും കൂടുതൽ പരിഗണിക്കുന്ന ആ രൂപത്തിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക് വേണം, 7 സീറ്റർ വേണം. എത്ര രൂപ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ മിനിമം ഒരു ബഡ്ജറ്റ്? എന്തായാലും 15 ലക്ഷമെങ്കിലും ഇല്ലാതെ നമുക്ക് കിട്ടില്ല എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ റെനോ ട്രൈബറിൻ്റെ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമുക്ക് ജസ്റ്റ് 10,10,000 രൂപയിൽ കിട്ടും. ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്, 10,10,000. ആ വേരിയൻറ്റ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, ടച്ച് സ്ക്രീന്, AC, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വയർലെസ് ചാർജർ, ഡ്രൈവർക്ക് ആം റെസ്റ്റ്, MID ഒക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, സ്മാർട്ട് കീ, പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽസ്, ഡുവൽ ടോൺ സ്കീം, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഈ ഒരു 10,10,000 രൂപയാണ് ഏറ്റവും ടോപ്പ് എൻ്റെ എടുത്താലും വരുന്നുള്ളൂ. ഈ സമയത്ത് ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ റെനോ ഷോറൂമിൽ നമുക്ക് ഏകദേശം 1,05,000 രൂപയുടെ ബെനിഫിറ്റ്സും എക്സ്ചേഞ്ച് ബോണസ് അടക്കം ട്രൈബറിന് വരുന്നുണ്ട്. അതായത് 50,000 രൂപയോളം എക്സ്ചേഞ്ച് ബോണസ് ആണ്. പിന്നെ ടോട്ടൽ ബെനിഫിറ്റ്സ് എല്ലാം കൂടിയിട്ട് നമുക്ക് 1,05,000 രൂപയോളം വില കുറവിലിപ്പോൾ സ്വന്തമാക്കാമെന്നുള്ളതാണ്. ഓൾറെഡി ഒരുപാട് സ്കീമുകൾ അതിലുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഓൾറെഡി നിങ്ങളൊരു റെനോ വാഹനം ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്കൊരു സ്കീം വേറെ വരുന്നുണ്ട്. ഇനി റെനോ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്കീം വരുന്നുണ്ട്. അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെനോ ഒന്ന് റീഫ്രഷ് ചെയ്തിറക്കിയ മോഡലാണ് ക്വിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈംബർ എന്നുള്ള വേരിയൻറ്റിൽ. അതിൽ പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലോഗോ, അതായത് നമ്മുടെ ഡസ്റ്ററിലും ഇതിലൊക്കെ നമുക്ക് ഒരു പുതിയ റെനോയുടെ ലോഗാണ് വന്നിരുന്നത്. ആ ഒരു ലോഗോ ആക്കിയിട്ട് ഇപ്പോൾ ക്വിഡും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഏറ്റവും പുതിയ ഒരു വേർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ അവിടെ ചെറിയൊരു ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങൾ വന്നു. പുതിയ വീൽ കപ്പ് ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്യാൻ അവിടെയും പുതിയ ലോഗോ വന്ന് 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കാർ ബയേഴ്സിന് വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു
വാഹനമാണെന്ന് പറയാം. ഇതിൻ്റെ പ്രൈസിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ജസ്റ്റ് 5 ലക്ഷത്തിനൊക്കെ കാർ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ക്വിഡ് എന്ന് പറയുന്നത്. അതായത് ഓൺ റോഡ് 5,32,000 രൂപയിൽ ക്വിഡിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കും അത് മാനുവൽ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് വേണ്ടവർ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് വേണ്ടവരും വിഷമിക്കേണ്ട. 5,74,000 രൂപയാണ് ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. അതായത് മാനുവലിൽ നിന്നും ഒരു 30,000 രൂപ പോലും അധികം കൊടുക്കേണ്ട നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടാനായിട്ട് നമ്മുടെ ക്വിഡ് ആണ് എടുക്കുന്നതെങ്കിൽ. ഇനി ക്ലെയിംബർ, അവർ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലെയിംബറാണ്. അതും 5,85,000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 6 ലക്ഷത്തിനുള്ളിൽ ടോപ്പ് എൻഡ് വരെ നമുക്ക് 1000 cc എഞ്ചിനോടുകൂടി വരുന്ന ഈ ഒരു ക്വിഡിൽ കിട്ടും. 6 എയർ ബാഗും വരുന്നുണ്ട്. സോ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. നിലവിൽ നമുക്ക് ഏകദേശം 83,000 രൂപയോളാണ് ക്വിഡിന് ഓഫർ നമ്മുടെ തൃശ്ശൂർ റെനോയിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും നമ്മുടെ ഓൾറെഡി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അഫോർഡബിൾ റേറ്റ് ആണ്, ഒപ്പം നിരവധി ഓഫേഴ്സും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കോമ്പാക്ട് SUV നമുക്ക് ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. നമുക്ക് റെനോയിൽ നോക്കുകയാണെങ്കിൽ കൈഗർ എന്നുള്ള മോഡലാണ് വരുന്നത്. മറ്റുള്ള ബ്രാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സോണറ്റ് ഉണ്ട്, വെന്യൂ ഉണ്ട്, ബ്രസി ഉണ്ട്. ഇനി ഇവൻ താഴേക്ക് വരികയാണെങ്കിൽ പഞ്ചി, എക്സ്റ്റർ മുതൽ അങ്ങോട്ട് ഒരു SUV ലുക്കുള്ള വാഹനം നോക്കുന്നവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. 10ലധികം ഓപ്ഷൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിലും അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു മോഡലാണ് കൈഗർ. നമുക്കിപ്പോൾ ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് എക്സ്ചേഞ്ച് ബോണസ് അടക്കം 1,15,000 രൂപയോളാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത് കൈഗർ എടുക്കുന്നവർക്ക്. ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രൈബറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാൾ പ്രൈസ് കുറവാണ് ഓൾറെഡി ഉള്ളത്. 6,94,000 രൂപയിൽ കൈഗറിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് ഓൺ റോഡ് നമുക്ക് കിട്ടും. 7 ലക്ഷം രൂപ അകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ഇത്രയും വലിയ സ്പേഷ്യസ് ക്യാബിൻ വരും. അതായത് കൈഗറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഒരു ഇത്തരത്തിലൊരു കോമ്പാക്ട് SUV നോക്കുന്ന സമയത്ത് ബാക്കിൽ സ്പേസ് കുറവായിരിക്കും. പക്ഷേ കൈഗറിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പരാതി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്ത്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത വാഹനങ്ങളും അതുപോലെ 3XO കൈലാക്ക്, അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ 4 മീറ്ററിനകത്ത് വരുന്ന ഒരു SUV ലുക്കുള്ള ഏത് മോഡൽ വേണമെങ്കിൽ എടുത്തോ, കൈഗറിൻ്റെ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ, നമുക്ക് റിയർ സീറ്റ്, അതുപോലെ ഒരുപാട് എർഗണോമിക് ആയിട്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട്, നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ അത്തരത്തിൽ ക്യാബിൻ ടോപ്പ് ക്ലാസ് ആയിട്ട് കിട്ടുന്നൊരു വാഹനമാണ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് 7 ലക്ഷത്തിനകത്ത് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിലോ, അതായത് അത് സ്റ്റാർട്ടിങ് അല്ലേ എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ടോപ്പ് എൻഡും ജസ്റ്റ് 10,05,000 വരുന്നുള്ളൂ. അതെ, നമുക്ക് 10,05,000 രൂപ ഉണ്ടെങ്കിൽ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള കൈഗറിൻ്റെ ടോപ്പ് എൻഡ് കിട്ടുമെന്നുള്ളതാണ്. അതും 2 എഞ്ചിൻ വരുന്നത്. നമ്മൾ ഡസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമുക്കൊരു 1 ലിറ്റർ എഞ്ചിനിൽ നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, ടർബോ എഞ്ചിനും വരുന്നുണ്ട്. സോ നോർമൽ പെട്രോൾ എഞ്ചിൻ്റെയാണ് ഞാൻ ഫുൾ ഓപ്ഷൻ്റെ പ്രൈസ് പറഞ്ഞത്. കൂടാതെ ടർബോ എഞ്ചിനും വരുന്നത് ഏകദേശം 12 ലക്ഷം റേഞ്ചിലേക്കാണ് ടർബോൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വരിക. അതൊക്കെ നമ്മുടെ യൂസിനനുസരിച്ചും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാമെന്നതാണ്. സോ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത്, അതായത് എല്ലാ മോഡൽസും നോക്കുകയാണെങ്കിൽ നമ്മൾ ഡസ്റ്റർ വെച്ച് ബാക്കി എല്ലാ മോഡൽസും നമുക്ക് 10 ലക്ഷത്തിനകത്ത് തന്നെ അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള വേരിയൻസ് അവൈലബിൾ ആണ്. അതിനാണ് നമുക്ക് ഈ 1 ലക്ഷം വരെയുള്ള അല്ലെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ഓഫേഴ്സ് ഓരോ വേരിയൻ്റ് അനുസരിച്ച് ലഭിക്കുന്നത്. തൃശ്ശൂർ റെനോ ഷോറൂമിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഈ സെയിം ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ, വാഹനം നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിക്കും. അത് കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും വിളിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ മൊത്തം TVS എന്ന് പറഞ്ഞൊരു ഡീലറാണ് നമുക്ക് റെനോക്ക് വരുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമായിട്ട് കണക്ട് ചെയ്ത് തരുമെന്നുള്ളതാണ്. ഈ ഒരു ലൈനപ്പിൽ ഏത് വാഹനമാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിൽക്കേണ്ട മൈലേജ്, റണ്ണിങ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് സർവീസിനൊക്കെ എത്ര ബില്ല് വരുന്നുണ്ട്, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം വാങ്ങുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആവും. മാത്രമല്ല സെലക്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 7 വർഷം വരെ എല്ലാ മോഡൽസിനും വാറൻറ്റി എത്തിക്കാനായിട്ട് പറ്റും. സോ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് വേണ്ടി വാങ്ങാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.